ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ് ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തില്ല എന്ന് കൺഫേം ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസ് ആണ്. ഈ ടോപ്പിക്ക് മേ ബി ചിലപ്പോൾ ചില ആളുകൾക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് വരാം. കാരണം ഈ പറയാൻ പോകുന്ന 4 സൈൻസും ഉണ്ടെങ്കിൽ അവർ മൂവ് ഓൺ ആയല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ആളെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആവണം, ആളുടെ പ്രസൻസ് നിങ്ങൾക്ക് വേണം, എനിക്ക് അവനില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയുകയാണ്, നീ മൂവ് ഓൺ ആവ്, നീ ഇനി വേറെ ഒരാളെ നോക്കുന്നതാണ് നല്ലത്, എനിക്ക് പറ്റില്ല, പല റീസൺസ് എക്സ്ക്യൂസസുകളൊക്കെ പറയുന്നുണ്ടാവും. എന്നിട്ട് അവർ നിങ്ങളോട് പറയുകയാണ് നീ മൂവ് ഓൺ ആവണം എന്നുള്ളത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി മൂവ് ഓൺ ആയി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആപ്സുകളിലും മറ്റുള്ള കോളുകളോ ഇത് എന്തോ ആയിക്കോട്ടെ അതെല്ലാം ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല എങ്കിലും അത് കുറച്ച് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയി 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിലും അവർ മൂവ് ഓൺ ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് അവർ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പിലായി എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക. ചിലപ്പോൾ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം. അത് നിങ്ങൾ കൺഫേം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കൺഫേമായി നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫൊക്കെ കിട്ടി വേറൊരാളുമായിട്ട് ഓൾറെഡി സെറ്റായി വേറൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മൂവ് ഓൺ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷവും നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത്തരം കോളുകൾ വിളിക്കുന്ന സമയത്തും മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ പഴയ പോലെ സംസാരിക്കുന്നില്ല, പഴയ പോലെ ഇടപഴകുന്നില്ല, പഴയ പോലെ കെയറിങ് കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കുന്നില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ മെൻ്റലി സ്ട്രോങ് ആയിട്ടുണ്ട്, മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഡിഫറൻ്റ് ആയിട്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് നാലാമത്തെ സൈന്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 സൈൻസും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ മൂവ് ഓൺ ആയി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടില്ല എന്നതൊഴിച്ച് ബാക്കിയുള്ള 3 സൈൻസ് ആണെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ തോട്ടിൻ്റെ പവറൊക്കെ ഉപയോഗിച്ച് കുറച്ച് എനർജി ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഹോപ്പ് ഉള്ള കേസുകളുണ്ട്. അത് നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉള്ളൂ, നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് വേണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് സപ്പോർട്ടിന് വേണ്ടി വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സൈൻസ് ഒക്കെയാണ്, അത് നോക്കിയിട്ട് നിൽക്കുക. പിന്നെ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയി അവർ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ ഡിസേർവ്ഡ് അല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പോയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ പുറകെ പോവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് റിക്കവർ ആവാനുള്ള സപ്പോർട്ടാണെങ്കിലും പാച്ചപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾ കൂടെയുണ്ട്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.